PFI ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് 950 പേർ. 4 പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് കോടതിയിൽ NIA സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. ശ്രീനിവാസൻ വധക്കേസ് പ്രതി സിറാജുദ്ദീന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത് 240 പേരുടെ പട്ടിക. ആലുവ പെരിയാർവാലിയിലെ PFI ഓഫീസിൽ നിന്ന് മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ 5 പേരുടെ പട്ടികയും ലഭിച്ചു. കൊച്ചി NIA കോടതിയിലാണ് റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ശരൺ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് ജഡ്ജിമാരടക്കമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. വളരെ ഭീകരമാണ് കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്താണ് റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങൾ ശരൺ? അരുൺകുമാർ, നേരത്തെ തന്നെ NIA കണ്ടെത്തിയിരുന്നത് PFI ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ്. ഇതര സമുദായക്കാരെ അടക്കം വകവരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഹിറ്റ് ലിസ്റ്റ്. ഈ ഹിറ്റ് ലിസ്റ്റിന് പിന്നിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇതിന് പുറമെ തന്നെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളുകളെ ആക്രമിക്കാൻ പോകുന്നവർക്ക് പ്രത്യേക പരിശീലനം നൽകിയിരുന്നു എന്നുള്ളതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ NIAയുടെ റിപ്പോർട്ടിലുള്ളത്. ഈ PFIയുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് കേരളത്തിൽ NIA രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസാണ്. ഇതിന് പുറമെ തന്നെ PFIക്കെതിരായ റെയ്ഡുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് കൂടി ഉണ്ടായിരുന്നു. ഈ 2 കേസുകളും NIA ഒരുമിച്ച് അന്വേഷിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ കേസിലെ പ്രതികൾ 4 പ്രതികൾ ജാമ്യം തേടിക്കൊണ്ട് നേരത്തെ കൊച്ചി NIA കോടതിയെ സമീപിച്ചിരുന്നത്. അതായത് പാലക്കാട് സ്വദേശികളായ മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, അൻസാർ, സഹീർ എന്നിവരാണ് ജാമ്യം തേടി സമീപിച്ചിരുന്നത്. ആ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കൊച്ചി NIA കോടതിയിൽ NIA സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ പ്രധാനപ്പെട്ട കണ്ടന്റ് ഉള്ളത്. അതായത് PFIയുടെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് 950 പേർ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. നേരത്തെ പലരും ഇത്തരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ NIA കൃത്യമായി തന്നെ പറയുന്നു 950 പേരാണ് ഈ ലിസ്റ്റിലുള്ളത്. എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടിയെന്നുള്ളതും NIAയുടെ റിപ്പോർട്ടിലുണ്ട്. അതായത് ശ്രീനിവാസൻ വധക്കേസ് പ്രതിയായ സിറാജിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത് 240 പേരുടെ പട്ടികയാണ്. ഇതോടൊപ്പം തന്നെ നേരത്തെ ആലുവ പെരിയാർ വാലിയിലെ PFI ഓഫീസിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ NIAയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് 5 പേരുടെ പട്ടിക പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഒരാൾ മുൻ ജില്ലാ ജഡ്ജിയാണെന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടി ഈ റിപ്പോർട്ടിലുണ്ട്. ഒപ്പം തന്നെ 69 ഈ കേസിലെ 69ാം പ്രതിയായ അയൂബിന്റെ വീട്ടിൽ നിന്ന് 500 പേരടങ്ങുന്ന പട്ടിക ലഭിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെയാണ് മറ്റൊരു പ്രതിയുടെ പക്കൽ നിന്ന് 232 പേരുടെ പട്ടിക ലഭിച്ചതായും NIAയുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ശരൺ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളവരുടെ കൂടുതൽ വിവരങ്ങൾ. കേരളത്തിൽ നിന്ന് 950 പേരാണ്. ഇവരെന്താണ് ഈ നാട്ടിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്നതെന്ന് പിടികിട്ടുന്നതേയില്ല.